ഇതുപോലെ കാഷ്നട്ട് കുക്കീസ് ബേക്കറിയിൽ കിട്ടുന്നത് പോലെ വളരെ ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്, ഇത് മിക്സ് ചെയ്യാൻ എളുപ്പത്തിന്. അതിലേക്ക് 1 കപ്പും 2 ടേബിൾ സ്പൂണും മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/2 കപ്പ് നന്നായി പൊടിച്ച കാഷ്നട്ട് പൗഡർ. കാഷ്നട്ട് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, മിൽക്ക് പൗഡർ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം നന്നായി മിക്സ് ചെയ്ത ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. 1/2 കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടറിന് പകരം നെയ്യ് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ബട്ടർ ആണെങ്കിൽ നെയ്യിൻ്റെ ഫ്ലേവർ അത്രയ്ക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് 1/2 കപ്പ് റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് വിപ്പ് ചെയ്ത് ഏകദേശം ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പഫി ആവണ്ട, പക്ഷേ അത്യാവശ്യം നന്നായിട്ടൊരു ക്രീമി ഏകദേശം ഇതേപോലെ ആയി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് കുറേശ്ശെ നമ്മൾ തയ്യാറാക്കി വെച്ച് ഡ്രൈ മിക്സ് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്ത് കുറേശ്ശെ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ വനില എക്സ്ട്രാക്റ്റ് അല്ലെങ്കിൽ വനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചെറുതായിട്ടൊന്ന് റഫ്ലി ചോപ്പ് ചെയ്ത് കാഷ്നട്ട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കുക. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഡോ ഏകദേശം ഇതേപോലെ ഉണ്ടാവും. കൈകൊണ്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പാകത്തിന്. മെഷർമെൻറ്റ് കറക്റ്റ് ആവണം, അല്ലെങ്കിൽ എന്താ ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉണ്ടാക്കിയ സാധനം നമുക്ക് അതേപോലെ കുഴച്ചെടുക്കാൻ കഴിയില്ല. ഇതുപോലൊരു ബേക്കിംഗ് ട്രേ അടിയിൽ ബേക്കിംഗ് ഷീറ്റ് വിരിച്ചെടുത്തിട്ടുണ്ട്. ഡൗ ഓരോന്നും പതിവ് ഉരുളകളാക്കി നമുക്ക് കുക്കീസിൻ്റെ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഇതിൽ നിരത്തി വെച്ച് കൊടുക്കാം. ഏകദേശം ഈ ഒരു സൈസിലാണ് ബോൾസ് എടുക്കുന്നത്. എല്ലാം ഇതേപോലെ ട്രൈയിൽ നിരത്തി വെച്ചിട്ടുണ്ട്. ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിന് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഓവൻ 180 ഡിഗ്രിയിൽ കൺവെക്ഷൻ മോഡിൽ വെച്ച് ബേക്കിംഗ് മോഡിൽ വെച്ച് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അവനിലേക്ക് വെച്ചിട്ട് 15 മിനിറ്റോളം 12 to 15 മിനിറ്റോളം 180 ഡിഗ്രിയിൽ വെച്ചൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ബേക്കറി സ്റ്റൈലിലുള്ള നല്ല അടിപൊളി കാഷ്നട്ട് കുക്കീസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അങ്ങനെ തന്നെ എടുത്തൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ സിമ്പിളായിട്ട് ശരിക്കും ബേക്കറിയിലെല്ലാം കിട്ടുന്ന അതേപോലത്തെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കാഷ്നട്ട് കുക്കീസ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും അയച്ചു കൊടുക്കുക. ഇതുപോലെ ഡിഫറൻ്റ് ആയിട്ടുള്ള വീഡിയോയും ഡിഫറൻ്റ് ആയിട്ടുള്ള റെസിപ്പിയുമായിട്ട് അടുത്ത ആഴ്ച കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.